ആയില്ല എങ്കിൽ ആരാകുമായിരുന്നു എന്ന് ചോദിച്ചൊരു പക്ഷേ അത്യാവശ്യം ഒരു കുരുത്തം കെട്ട ആളാകുമായിരുന്നു എന്ന് പറയുന്നത്. അതെന്താ അങ്ങനെ പറയണേ? അപ്പോൾ ഒരു 17 വയസ്സ്, ആ 17 വയസ്സ് മുതൽ അത്യാവശ്യം കുരുത്തക്കേടുകൾക്കൊക്കെ പോകാൻ തുടങ്ങി. ഇന്നത്തെ കാലഘട്ടം നോക്കുമ്പോൾ അതൊരു കുരുത്തക്കേടല്ല എന്നൊക്കെ പറയാം. അന്നത്തെ കാലഘട്ടത്തിൽ വമ്പൻ കുരുത്തക്കേട്, അതൊക്കെ വമ്പൻ കുരുത്തക്കേടായിരുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇനി ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയി പെടും എന്നൊക്കെ തോന്നിയോണ്ടാണ് അമ്മ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു. പിന്നെ ഞാൻ കാരണം എൻ്റെ ജ്യേഷ്ഠന് വേഗത്തിൽ രണ്ടാളെ കല്യാണം കഴിച്ചു. 20 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. മൂത്ത മോൻ ഉണ്ടാകുന്ന എത്ര വയസ്സിലാ? 21 വയസ്സ്. അഥവാ ഒരു കല്യാണം കഴിഞ്ഞൊരു 1.5 വർഷത്തെ ഗ്യാപ്പിൽ മകനായി. 21 വയസ്സിൽ കൊച്ചില്ലേ? 23 വയസ്സാകുമ്പോഴേക്ക് 2 എന്റെ ഈ ക്യാമറയുടെ പുറകിലിരിക്കുന്ന വ്യക്തിക്ക് 23 വയസ്സ്. മോനെ, നീ ജീവിതത്തിൽ എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ? സിസ്റ്റർ കയ്യിലെടുത്ത് പ്രസവിച്ച് കയ്യിലെ കൊടുത്തപാട് സിസ്റ്റർ നമുക്ക് കണ്ണടിച്ച സത്യം ആളാന്ന് പറയുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്രണയലേഖനം എഴുതാൻ. ഉള്ളിലൊരു നല്ല കാമുകൻ ഉണ്ടായിരുന്നു. ഞാൻ പറയും നാട്ടിലെ ഒരു മൊയ്തീൻ്റെ പരിവേഷമായിരുന്നു. മൊയ്തീനൊന്നല്ല, ഗിരിരാജൻ. അങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ അതിനെ വിളിക്കുക, ഗിരിരാജൻ. ഒരു വരിയുണ്ട് എൻ്റെ ബുദ്ധിയില്ലാത്ത സമയത്ത് ഞാൻ എഴുതാട്ടെ. അതിൽ കൂട്ടിനൊരു കിളിയുണ്ടേലും ഇന്നും കൽവിൽ നീയാണ്, കൽവിനുള്ളിൽ തുറന്നാലും ഇന്നും ഉള്ളിൽ നീയാണ്. അത് വലിയൊരു വിവാദം ഉണ്ടാക്കി വരികയായിരുന്നു അന്ന് ആ സമയത്ത്. കാരണം ഞാൻ എൻ്റെ കാമുകിക്ക് വേണ്ടിയിട്ടല്ല അങ്ങനെ ഒരു പ്രണയ വിരഹഗാനായിരുന്നു. അതിൽ കൂട്ടിനൊരു കിളി ഉണ്ടെങ്കിലും എൻ്റെ കൽവിൽ നീയാണെന്ന് പറഞ്ഞാൽ അന്ന് വലിയ വിഷയം. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. താങ്കളൊരു അവിഹിതത്തെ കുറിച്ചാണ് പരാമർശിച്ചത്. അപ്പോൾ ഒരാണിനൊരു പെണ്ണിനോട് പ്രണയമുണ്ട്, ഈ പാട്ട് പറയും. ഇപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലൊരു കുട്ടിയോട് എനിക്ക് പ്രണയമുണ്ട്, ഇവിടെ നിന്നിട്ട് ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടി എന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ, മഹറ ഞാൻ വന്നിടാൻ നീ. വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്ന മുഖത്തൊക്കെ ഒരു കാമുകൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പറയുമ്പോഴൊക്കെ സോഫ്റ്റ് സാധനം. മക്കളെയൊക്കെ നമ്മളങ്ങ് മാറ്റി വെച്ചാൽ ഇപ്പോഴും മുഖത്ത് അങ്ങനെ ഒരു ലുക്ക് ഉണ്ട്. ഫാമിലി ലൈഫിൽ ആകെ ഒരു ചെറിയ ക്രാക്ക് സംഭവിച്ചെങ്കിൽ അത് മാത്രമായിരുന്നു. അത് അവൾക്ക് മാനസികമായിട്ട് വിഷമുണ്ടാക്കി അവരുടെ ഫാമിലിയുടെ ഇടയിൽ. സലീമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉള്ളവർ എനിക്കറിയില്ലായിരുന്നു. കരയുന്നൊരു മോളാണ് ദി സൗണ്ടിലെ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആളുടെ പാട്ടുകൾ പോലെ തന്നെയാണ്. സിമ്പിളാണ് ബട്ട് വെരി പവർഫുൾ. സിംഗറാണ്, ലിറിസിസ്റ്റാണ്, മ്യൂസിക് ഡയറക്ടറാണ്, ഒരു ഫേമസ് അച്ഛനാണ്. അപ്പോൾ സൗണ്ടിലേക്ക് സലീമുക്ക, വെൽക്കം ടു ദ സൗണ്ട്. താങ്ക് യു. ഈ പറഞ്ഞ മാതിരി പാട്ടുകാരനെ നമുക്കറിയാം, ലിറിസിസ്റ്റിനെ നമുക്കറിയാം, മ്യൂസിക് ഡയറക്ടർ സലീം കൊടത്തൂരിനെ അറിയാം, അച്ഛൻ ഹന്നമോളുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ അറിയാം. പക്ഷെ ഇതിനൊക്കെ മുന്നിലൊരു സലീം ഉണ്ടല്ലോ, ഇതിനൊക്കെ മുന്നേ, അതായത് ഞങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ ഉള്ള സലീം ആളെങ്ങനെയായിരുന്നു? അത്യാവശ്യം കയ്യിലിരുമ്പുള്ള മോശമായിട്ടുള്ള ഒരാളായിരുന്നു. അഥവാ ഞാൻ ആരായിരുന്നു ഇന്നൊരു പാട്ടുകാരനായില്ല എങ്കിൽ ആരാകുമായിരുന്നു എന്ന് ചോദിച്ചൊരു പക്ഷേ അത്യാവശ്യം ഒരു കുരുത്തം കെട്ട ആളാകുമായിരുന്നു എന്ന് പറയാൻ പറ്റും. അതെന്താ അങ്ങനെ പറയണേ? അതങ്ങനെ ആയിരുന്നു. ഏതാണ്ട് നമ്മൾ ഏത് വയസ്സോട്ട് താങ്കളുടെ ചെറുപ്പകാലം തുടങ്ങും ഈ കുരുത്തക്കേട് എന്ന് പറയുന്നത്? അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. 10 വയസ്സിൽ എൻ്റെ 10 വയസ്സായ കുട്ടിക്ക് എത്രത്തോളം മെച്യൂരിറ്റി ഉണ്ടാവുക നമുക്ക് ചിന്തിക്കാമല്ലോ. മെച്യൂരിറ്റി എന്നൊന്നും പറയാനായിട്ടില്ല. അല്ല, അതന്നെ ആ സമയത്ത് തന്നെ പള്ളിയിൽ ഉണ്ടാക്കി. അന്ന് വീട്ടിലെ സാഹചര്യം മോശമായതുകൊണ്ടാണ് പള്ളിയിൽ മൊയിലേരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കി. അവിടെ ഒരു 4-5 വർഷത്തോളം പള്ളിയിൽ പഠിച്ചു. പള്ളിയിൽ മൊയിലേരാക്കുന്ന പള്ളിയിൽ ഉസ്താദാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പിന്നെ അന്ന് നമ്മളെ വീട്ടിലെ സാഹചര്യം മോശമായതുകൊണ്ട് ഒരാളെ കൂടി ഒരു ചിലവ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അന്നൊക്കെ പ്രാരാബ്ധം കൊണ്ടാണ് അന്നൊക്കെ അങ്ങനെ. പിന്നെ ഉമ്മാക്ക് ഒരാഗ്രഹമായിരുന്നു ഇതിനെ പഠിപ്പിച്ചൊരു ഉസ്താദാക്കണമെന്ന്. അങ്ങനെ 15 വയസ്സ് ഞാനത് പൂർത്തീകരിച്ചില്ല. ഏകദേശം ഒരു 5-5.5 വർഷം കൊണ്ടാണ് ഞാൻ അവിടെ പഠിച്ചത്. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോയി. മെക്കാനിക്കായിട്ട്
പിന്നെ റിയാക്ഷൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിർത്തി. അത് കഴിഞ്ഞിട്ട് നേരെ ഗുജറാത്തിലേക്ക് വണ്ടി കയറി. ഗുജറാത്തിലേക്കോ? ആ, സാധാരണ ഗൾഫിലേക്കാണല്ലോ പോവാ. അന്ന് ഗുജറാത്തിൽ സോമനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിൽ പണിക്കായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ അതേപോലെ ഒരു 5-8 മാസം നിന്ന് തിരിച്ചു വന്നു. പിന്നെ അപ്പോൾ ഒരു 17 വയസ്സാണ്. 17 വയസ്സ് മുതൽ അത്യാവശ്യം കുരുത്തക്കേടുകളിലേക്കൊക്കെ പോകാൻ തുടങ്ങി. അതാ ഇന്നത്തെ കാലഘട്ടം നോക്കുമ്പോൾ അതൊരു കുരുത്തക്കേടല്ല എന്നൊക്കെ പറയാം. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ വമ്പൻ കുരുത്തക്കേട്. അതൊക്കെ വമ്പൻ കുരുത്തക്കേടായിരുന്നു. ലൈക്ക് ഫോർ എക്സാമ്പിൾ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരാളോട്, ഒരു പെൺകുട്ടിയോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അവനവിടെ മോശക്കാരനാണ്. ആ ഒരു കാരണത്താൽ മോശക്കാരനായി. പിന്നെ നമ്മൾ ഒരു 6 മണി കഴിഞ്ഞിട്ട് വീട്ടിൽ കയറിയില്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളായിട്ടൊരു കടയുടെ മുമ്പിലിരുന്നാൽ അന്നത്തെ ആളുകൾക്ക് അതൊരു വലിയ തെറ്റാണ്. കാരണം അവർ ആ മക്കൾ കുരുത്തം കെട്ട് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അന്ന്. ഇന്നത് ചില്ലിങ് ആണ്, ഇന്നിപ്പോൾ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നില്ല എന്ന് ചോദിച്ചിട്ട് വിളിക്കലുള്ളൂ. പക്ഷെ അന്ന് അതുകൊണ്ട് അത്യാവശ്യം ചീത്തപ്പേരൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വീട്ടുകാർ. പെട്ടെന്ന് പറയാ എന്താ പറയുക, ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഒരാൾ ചിന്തിക്കൂലേ ഭാവിയിൽ ഏത് കോഴ്സ് പഠിക്കണം എന്നൊക്കെ. ആ കാലഘട്ടത്തിൽ ഞാൻ ഏത് കുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് ചിന്തിക്കേണ്ടി വന്ന ഒരാൾ. അതൊരു 20 വയസ്സിൽ. 20 വയസ്സില് വെറുതെ അല്ലട്ടോ മോനെ അച്ഛനെയും കൂടെ ചേട്ടനും അനിയനായിട്ട് നിൽക്കുന്നത്. അയ്യോടാ, 20-ആം വയസ്സ് എന്നൊക്കെ പറയാം. വീട്ടുകാര് പിടിച്ച് കെട്ടിച്ചതാ? അതോ സ്വന്തമായിട്ട് വീട്ടുകാര് നിർബന്ധിക്കാൻ തുടങ്ങി? അതെന്താന്ന് വെച്ചാല് നാട്ടിലത്തെ ഒരു വലിയൊരു വിവാദ പുരുഷനായിരുന്നു ഞാൻ. അപ്പോൾ ഇനി ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയി പെടും എന്നൊക്കെ തോന്നിയോണ്ടാവും ഉമ്മ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു. പിന്നെ ഞാൻ കാരണം എൻ്റെ ജ്യേഷ്ഠനും വേഗത്തിൽ കല്യാണം കഴിച്ചു. 2 കല്യാണം ഒരുമിച്ചായിരുന്നു. ഒരു കുടുംബത്തിലെ 2 പേരുടെ ജീവിതം റെസ്പോൺസിബിൾ ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് എൻ്റെ ഉമ്മടൊക്കെ പറയും, നിങ്ങൾ എന്നോട് ചെയ്തത് ഭയങ്കര കടുപ്പായി പോയി. കാരണം എനിക്ക് ഒരു കുട്ടിക്കാലത്ത് കിട്ടേണ്ട ഒരു പരിഗണന, അങ്ങനെ ലാളന, അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ. കാരണം നേരെ വണ്ണൊന്നും കളിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം 10 വയസ്സിൽ പള്ളിയിൽ അവിടെ അസറിന് ശേഷം 4 മണിക്ക് ശേഷമാണ് ഒന്ന് പുറത്ത് നടക്കാൻ പോകാം. അത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. വൈകിട്ട് 4 മണിക്ക് മഗ്‌രിബ് വരെ എൻ്റെ ഉള്ളിൽ നടന്നിട്ട് വരിക. അപ്പോൾ ഈ 4 മണിക്ക് ആവും നമ്മൾക്ക് അലക്കാനുള്ള ഡ്രസ്സുകൾ തമ്മിൽ അലക്കുന്നത്, അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഗുജറാത്തിൽ പോന്നു. പിന്നെ ഗുജറാത്തിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ നാട്ടിൽ പന്തൽ പണി, അങ്ങനെയുള്ള നാടൻ പണികളിൽ ഒക്കെ വിട്ടു. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമൊക്കെ ഒന്നും ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ഞാനിപ്പോൾ. പിന്നെ ഒന്ന് ആസ്വദിക്കാൻ തുടങ്ങുമ്പോഴേക്ക് കല്യാണമായില്ലേ. 20 വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രാരാബ്ധമായില്ലേ. പിന്നെ 2 കുട്ടികൾക്കും കൂടെ ആസ്വദിക്കാമല്ലോ. അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ലല്ലോ. എന്തായാലും നിങ്ങളും കുട്ടി, നിങ്ങളുടെ ഭാര്യയും കുട്ടി, 2 കുട്ടികൾ. വൈഫിന് അന്ന് ഒരു 18 വയസ്സ് കല്യാണം കഴിക്കുന്ന സമയത്ത്. ലൈസൻസ് എടുത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് ആൾക്കാർ ആലോചിക്കുന്ന സമയത്താണ്. അതെ ഞാൻ പറയായിരുന്നു ഒരു ബൈക്ക് എടുക്കണം എന്നൊക്കെ, എങ്ങനെയുള്ളവർക്ക് ഒരു ബൈക്ക് എടുക്കണം എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ ഞാൻ പറയും, എന്നിട്ട് അത് പറഞ്ഞതിന് എൻ്റെ ഇപ്പോൾ ഒരു പെള്ളിടിച്ചത് പറയും. 20 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. മൂത്ത മോൻ ഉണ്ടാകുന്ന എത്ര വയസ്സിലാ? 21 വയസ്സ്. അഥവാ ഒരു കല്യാണം കഴിഞ്ഞ ഒരു 1.5 വർഷത്തെ ഗ്യാപ്പിൽ മകനായി. 21 വയസ്സിൽ കൊച്ചില്ലേ? 23 വയസ്സാകുമ്പോഴേക്ക് 2 കുട്ടികളായി. എന്റെ ഈ ക്യാമറയുടെ പുറകിൽ ഇരിക്കുന്ന വ്യക്തിക്ക് 23 വയസ്സ്. മോനെ, നീ ജീവിതത്തിൽ എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ? അതന്നെ എൻ്റെ കല്യാണത്തിന് അത് എൻ്റെ മാമൻ്റെ മകൻ എന്നോട് ആരോ ചോദിച്ചു എങ്ങോട്ടാ പോകുന്നത്. പറഞ്ഞപ്പോൾ അത് കോടത്തൂരത്തെ കുഞ്ഞുമാടെ 2 ശൈശവ വിവാഹം നടക്കുന്നുണ്ട്, അതിന് പോവാന്ന് പറഞ്ഞവൻ. അതായിരുന്നു അവസ്ഥ. സലീമിക്ക് നിങ്ങൾക്കും ഇങ്ങനെ ഒരു പാസ്റ്റ് ഉള്ളവർ എനിക്കറിയില്ലായിരുന്നു കേട്ടാ. അതൊക്കെ ഒരു വലിയ കഥ. പാസ്റ്റ് ഒന്നും പ്രസന്റ് യാതൊരു ബന്ധമില്ല. അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രൂ. അത് ദാറ്റ് മെയ്ഡ് യു അല്ലേ? ഈ പാട്ടിനോടുള്ളൊരു ഇഷ്ടല്ലേ? പിന്നെ എല്ലാം നിങ്ങൾ പാട്ടാണല്ലോ. ഇപ്പൊ നമുക്ക് ഹന്നമോളുടെ അച്ഛൻ അങ്ങനെ ഒരു ടാഗ് ഉണ്ടെങ്കിലും പാട്ടുകാരനായിട്ടാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. പാട്ടിനോടൊരു ഇഷ്ടം തുടങ്ങുന്നത് എപ്പോഴാ? പാട്ടിനോട് എനിക്ക് ചെറുപ്പം മുതലേ പാട്ടിനോട് ഭയങ്കര ഇഷ്ടം. മദ്രസയിൽ പഠിക്കുന്ന സമയത്ത്. പക്ഷെ നമ്മളെ വീട്ടിൽ കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ കാസറ്റ് ഷോപ്പുകളുടെ മുമ്പിൽ, ടൈലർ ഷോപ്പിൽ, ബാർബർ ഷോപ്പിലൊക്കെ പോയിട്ടിരിക്കും പാട്ട് കേൾക്കാനായിട്ട്. പിന്നെ റേഡിയോ പോലും ഇല്ല. അന്ന് വീട്ടിൽ റേഡിയോ പോലും ഇല്ല. നല്ല പ്രായമുണ്ടല്ലേ? റേഡിയോ പോലും ഇല്ലാത്ത കാലത്താണ്. അല്ല, റേഡിയോ അടുത്ത വീട്ടിൽ നിന്ന് വെക്കുമ്പോ അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കും, അങ്ങനെ കേൾക്കുന്നത്. പിന്നെ കറണ്ട് ഇല്ലാത്തോണ്ട് ഒരു
ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ഇല്ല. അപ്പോൾ പിന്നെ ഇതാ ഒരു ടൈലർ ഷോപ്പിൽ അല്ലെങ്കിൽ ബാർബർ ഷോപ്പിലൊക്കെ പോയിട്ട് കേൾക്കാം. പക്ഷെ അന്ന് മാപ്പിള പാട്ടുകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളാ നാട്ടിൽ അങ്ങനെ മാപ്പിള പാട്ടിന് വലിയൊരു പ്രാധാന്യം ഇല്ലാത്ത കാലഘട്ടം. അപൂർവം ചില ആളുകൾ മാത്രമല്ല മാപ്പിള പാട്ട് കേൾക്കും. അപ്പോൾ കാസറ്റ് ഷോപ്പിലൊക്കെ പോയിട്ട് അവിടെ ഞാൻ അങ്ങനെ ആ കാസറ്റ് ഒന്ന് ഇടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പാട്ടുകൾ കേൾക്കുമായിരുന്നു. അല്ലാതെ പാട്ടിനെ കുറിച്ച് ABCD ഒന്നും ഇപ്പോഴും അറിയില്ല. അന്ന് തീരെ അറിയില്ല, ഇന്ന് അത്രയും അറിയില്ല എന്ന് പറയാം. പാട്ടുകളൊക്കെ അറിഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്ക് ആക്ച്വലി ഒന്നും അറിയില്ല ഒന്നും എന്നുള്ള അറിയില്ല, സത്യം. അറിഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ആ പാട്ടിനോടുള്ളൊരു ഇഷ്ടമാണ് പിന്നെ എന്നെ കലാകാരനാക്കി മാറ്റിയതൊക്കെ. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ എഴുത്ത് തുടങ്ങി. അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അഫ്സൽക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ. അപ്രതീക്ഷിതമായിട്ട് പിന്നെ ഞാനൊരു പാട്ടുകാരനായിട്ടുണ്ട് മാറി. അവിടെ ഞങ്ങളുടെ നാട്ടിലെ നബിദിന സ്റ്റേജുകളിലൊക്കെ ഞാൻ പാടുമായിരുന്നു, ദഫ് പഠിപ്പിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ പ്രണയഗാനം സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒക്കെ വിരലുണ്ട്. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ പ്രണയം വലിയൊരു തെറ്റായിട്ട് കാണുന്ന കാലഘട്ടമാണ്. നമ്മളിപ്പോൾ ഒരു പീഡിയയുടെ മുമ്പിലിരിക്കുന്നു, അതേലെ ഏതെങ്കിലും കുട്ടികൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വെറുതെ ചൂളിട്ടിട്ടൊക്കെ കൊടുക്കും. അപ്പോൾ ഞങ്ങളൊക്കെ അന്നത്തൊക്കെ ചെയ്തിരുന്ന കുട്ടികൾ നടന്നു പോകുമ്പോൾ ഇങ്ങനെ നടക്കും. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങൾ കാരണം പേടിയാണ്, അവർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും അറിയില്ലല്ലോ. അത് മാത്രമല്ല ആ പെൺകുട്ടി വളരെ പേടിച്ചുകൊണ്ടാവും വീട്ടിലേക്ക് പോവുക. കാരണം ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ വെറുതെ എന്ന് വിളിക്കുന്നത്. അത് വലിയ പ്രശ്നം. അത് വീട്ടിലെത്തുമ്പോൾ ആ കുട്ടിക്ക് അവിടെ പറയാ നമ്മൾ സംസാരിക്കുന്ന ആ കുട്ടി നേരം പയ്യനോട് സംസാരിക്കുന്നത് കണ്ടു നോക്കണം. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. പ്രണയം വലിയ തെറ്റായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മനസ്സിലും പ്രണയമൊക്കെ ഉണ്ടാവും, ഒരു ശുദ്ധമായ പ്രണയം എന്ന് പറയുന്നത്. അപ്പം അന്ന് ഓരോ ആളുകൾ അവരെ കഥ പറഞ്ഞു തരും, അതിന് പാട്ടുകൾ ഇതാക്കും. അപ്പോൾ പാട്ടുകൾ ഒരു 4 വരി ഉണ്ടാക്കി തന്നെ പറഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നന്നായി ലവ് ലെറ്റർ എഴുതുമായിരുന്നു. അന്ന് ലവ് ലെറ്റർ എന്ന് പറയാം. അപ്പോൾ കുറേ സ്നേഹിതന്മാരെ അങ്ങനെ എഴുതിക്കും. അങ്ങനെയാണ് എഴുത്ത്, അല്ലാതെ വിദ്യാഭ്യാസം കൊണ്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് പ്രണയലേഖനം എഴുതാറിയാം. ഉള്ളിലൊരു നല്ല കാമുകൻ ഉണ്ടായിരുന്നു. ഞാൻ പറയും നാട്ടിലെ ഒരു മൊയ്തീൻ്റെ പരിവേഷം ചെയ്തു പറയും. മൊയ്തീനൊന്നുമല്ല, ഗിരിരാജൻ കുഴി. അങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ അതിനെ വിളിക്കുക, ഗിരിരാജൻ കുഴി. അതെ, ഞാനിങ്ങനെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, അവൻ സിസ്റ്റർ കയ്യിലെടുത്ത് പ്രസവിച്ച് കയ്യിലെ കൊടുത്ത പാട് സിസ്റ്റർ നോക്കി കണ്ണടിച്ച ആളാന്ന് പറയുന്നതൊക്കെ തമാശാറാള്. പക്ഷെ അങ്ങനെണ്ട് എഴുത്തിലേക്കൊക്കെ മാറി. പിന്നെ പ്രണയമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ലല്ലോ. അപ്പം അവരിൽ കുറേ ആളുകൾ ഉള്ളത് കൊണ്ട് ഇന്നും ഇങ്ങനെ പാട്ടുകാരനായിട്ടൊക്കെ അങ്ങനെ പോണൂന്ന് അല്ലേ. പക്ഷെ ഒരു വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്ന മുഖത്തൊക്കെ ഒരു കാമുകൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പറയുമ്പോഴൊക്കെ അതിന്റെ ഒരു സോഫ്റ്റ് സാധനം. മക്കളെയൊക്കെ നമ്മളങ്ങ് മാറ്റി വെച്ചാൽ ഇപ്പോഴും മുഖത്ത് അങ്ങനെ ഒരു ലുക്ക് ഉണ്ട്. ഈ കല്യാണം കഴിഞ്ഞിട്ടേ 21 വയസ്സ് അല്ലെ 20 വയസ്സിലെ റെസ്പോൺസിബിലിറ്റി ആയല്ലോ, ഒരു ഫാമിലി ടേക്ക് കെയർ ചെയ്യണല്ലോ. അപ്പൊ നമ്മള് പാട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആ കാലത്തെ കുറിച്ച് പറയുമ്പോ അപ്പോഴും ആർട്ട് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ ആയിട്ടൊന്നും കൊണ്ടുനടക്കാൻ ആരും സമ്മതിക്കില്ലല്ലോ. അതെ, അത് ഏറ്റവും വലിയ കാര്യം പറഞ്ഞതാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസവും പെണ്ണിൻ്റെ വീട്ടുകാർ പെണ്ണിനെ കൊടുന്നാക്കിയ സമയത്ത് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയിക്കുന്നു. കാരണം സ്വാഭാവികം എന്ന് പറഞ്ഞാൽ അതിനുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ. അതേപോലെ വൈഫ് ഹൗസിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ ഇറക്കി കൊടുക്കും, ഞാൻ ഇറങ്ങൂല, എന്നിട്ട് ഞാൻ പോരും. കാരണം അന്ന് അവിടെ ടൂർണമെൻ്റ് ഒക്കെ ഉണ്ടാവും, അതിന് പോകണം. അത്ര ബുദ്ധിയില്ല, അതന്നെ യഥാർത്ഥത്തിൽ. പിന്നെ പാട്ട് കൊണ്ടൊരു ജീവിതം ഉണ്ടാവുന്നൊന്നും ഞാനും ചിന്തിച്ചിട്ടില്ല, എൻ്റെ വീട്ടുകാരും ചിന്തിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് എൻ്റെ പേര് അറേബ്യ എന്ന് പറഞ്ഞ ഒരു ആൽബത്തിലാണ് വരുന്നത്. എൻ്റെ ഫോട്ടോ ഒന്നുമില്ല, പേര്. അത് ഞാൻ തന്നെ അവിടെയുള്ള കടകളുടെ മുമ്പിലൊക്കെ കൊണ്ടുപോയി ഒട്ടിച്ചിട്ട് ഞാൻ പോയിട്ട് ഞാൻ തന്നെ വായിക്കും, ലിറിക്സ് സെല്ലിങ് കൊടുത്തു. അപ്പോൾ രോമാഞ്ചം അങ്ങനെയായിരുന്നു. രണ്ടാമത് ഓക്സിജൻ എന്ന് പറഞ്ഞ ആൽബത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഫോട്ടോ വരുന്ന ബാക്കിൽ. അപ്പോൾ അത് വലിയ സന്തോഷത്തിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചുമരിൽ ഒട്ടിച്ച് വെച്ചു. അഫ്സൽക്കാടെ വലിയ ഫോട്ടോ, എൻ്റെ ഒക്കെ ഒരു ബോക്സ് ടൈപ്പിൽ. ഇപ്പം അത് വന്ന് കണ്ടുടനെ തന്നെ വലിച്ചു കയറി. പിന്നെ അങ്ങോട്ട് അടിയൊക്കെ ആയിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞിട്ട് അവൻ പാട്ടിൻ്റെ പിന്നാലെ നടക്കാന്ന്. പിന്നെ ഇപ്പം കുറച്ച് കാലം തന്നെ മുണ്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ. ഇതിൻ്റെ കാരണം ഞാൻ പണിക്ക് പോകുന്നില്ല, ഈ പാട്ടിൻ്റെ ഒരു കുട്ടിയായില്ലേ, എന്നിട്ടും അവൻ പാട്ടിൻ്റെ പിന്നാലെ പോകുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീട്ടിൽ നിന്നായാലും അങ്ങനെ ഒരു സപ്പോർട്ട് ഫാമിലിയുടെ ഇടയിൽ നിന്നില്ല. പിന്നെ പാട്ടിൻ്റെ പിന്നിൽ പോകുന്നത് തന്നെ തെറ്റെന്ന് കാണുന്ന ഒരു സമയം, പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു പക്ക ഓർത്തഡോക്സ്
ഫാമിലി ഫാമിലിയാണ്. അപ്പോൾ ഇതിനോട് വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഹാപ്പിയാണ് എല്ലാവരും. ഭാര്യ ഇപ്പൊ എന്താ പറഞ്ഞത്? കാരണം ഭാര്യയും താങ്കളെ പോലെ തന്നെ കുട്ടിയാണല്ലോ, മേ ബി താങ്കളേക്കാൾ കുട്ടിയാണല്ലോ. അപ്പൊ ആളെന്താ പറഞ്ഞത്? കാരണം ഇപ്പൊ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ തൊട്ട് വണങ്ങുന്ന കാലാണല്ലോ. അങ്ങനെയുള്ള ഒരാള് ക്രിക്കറ്റ് കളിച്ച് പാട്ടും പാടി നടക്കുന്നു എന്ന് പറയുമ്പോ ഭാര്യയുടെ ഒരു അല്ല, ഞാൻ പറയും ഭാര്യ നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥനക്ക് വലിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരം കിട്ടിയിട്ടുള്ള. അപ്പോൾ ഭാര്യ നന്നായിട്ട്, ഭാര്യയുടെ പ്രാർത്ഥനയുടെ ഫലമാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ വീട്ടിൽ നിന്ന് ഈ പാട്ടിനോട് സപ്പോർട്ടില്ല, എനിക്കാണെങ്കിൽ ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റും. അപ്പോൾ അവൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല എങ്ങനെയും ആ ഒരു മേഖലയിലേക്കും എന്നെ രക്ഷപ്പെടുത്തി കൊടുക്കണമെന്ന് ഭാര്യ പ്രാർത്ഥിക്കാതിരിക്കില്ല. ആ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമാണ്. കാരണം പറഞ്ഞിട്ടില്ല. അല്ല, എന്നോട് പറയാം, അല്ല ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ങനെ കുട്ടികളായില്ല. അങ്ങനെ എനിക്ക് ദുബായിലേക്ക് വിസ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സമയത്താണ് എൻ്റെ ഫസ്റ്റ് ആൽബം ഇറങ്ങുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇതുകൊണ്ട് ഇങ്ങനെ അറിയപ്പെടുന്ന ആളാവാം. അപ്പോഴും ഞാൻ പാട്ടുകാരനാവുക എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ആ ഒരു നമ്മൾ പറയില്ല, നമ്മൾ നന്നായി സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കണം. ആ ഒരു സ്വപ്നത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടാണ് കുന്നോളം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. എന്തെങ്കിലും നമുക്കായിട്ട് ഏത് കലങ്ങിയുള്ള ഒരു ദിവസം തെളിയുന്നില്ലേ? ഒരു പാട്ടുകാരനെ ഫ്രണ്ട് ഇരുത്തിട്ട് ഇങ്ങനെ കഥ പറയിച്ചോണ്ടിരുന്ന എനിക്ക് അടി കിട്ടും. ആദ്യം അതായത് ഈ നമ്മുടെ ഫേമസ് പാട്ടുകളൊക്കെ വരുന്നതിന് മുമ്പ് സലീം കോടത്തൂർ എന്ന് പറയുന്ന സിംഗറിന്, ലിറിസിസ്റ്റിന് ഭയങ്കര ഒരു കോൺഫിഡൻസ് എന്നൊരു പാട്ടുണ്ടാവുമല്ലോ, എഴുതി കേട്ടിട്ട് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. അതായിരുന്നു അഫ്സൽക്ക പാടിയ പാട്ടാണ്. അന്ന് അഫ്സൽക്കാണ് എൻ്റെ പാട്ടുകളൊക്കെ പാടിയത്. അതിൽ കുറേ പാട്ടുകളുണ്ട്. ഒന്ന് ഒരു ഡിവോഷണൽ സോങ്സ് ഉണ്ട്, എല്ലാം അറിയുന്നതാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒന്ന് മിഴിരണ്ടിൽ സുറുമയും എഴുതിത്തേ നൂറും പുഞ്ചിരി തൂകി മുഞ്ചോടെ പാറി നടക്കും മായപ്പൊന്മാനെ, നീണ തേടും എന്നോടാ ഇഷ്ടം കൂടാമോ, നീണ തേടും എന്നോടാ ഇഷ്ടം കൂടാമോ. ഈ ഒരു പാട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. പിന്നെ ആ ഒരു ആൽബത്തിൽ തന്നെ ഞാൻ അഫ്സൽക്കാക്ക് വേണ്ടിയിട്ട് തന്നെ എഴുതിയൊരു പാട്ടിൽ ഒരു വരിയുണ്ട്, എൻ്റെ ബുദ്ധിയില്ലാത്ത സമയത്ത് ഞാൻ എഴുതിയ പാട്ട്. അതിൽ കൂട്ടിനൊരു കിളിയുണ്ടേലും ഇന്നും കൽവിൽ നീയാണ്, കൽവിനുള്ളിൽ തുറന്നാലും ഇന്നും ഉള്ളിൽ നീയാണ്. അത് വലിയൊരു വിവാദം ഉണ്ടാക്കി വരികയായിരുന്നു അന്ന് ആ സമയത്ത്. കാരണം ഞാൻ എൻ്റെ കാമുകിക്ക് വേണ്ടിയിട്ടല്ല, അങ്ങനെ ഒരു പ്രണയ വിരഹഗാനായിരുന്നു അത്. അതിൽ കൂട്ടിനൊരു കിളി ഉണ്ടെങ്കിൽ എൻ്റെ കൽവിൽ നീയാണെന്ന് പറഞ്ഞാൽ അന്ന് വലിയ വിഷയം. ഞങ്ങളെ ലൈഫിലെ ഫാമിലി ലൈഫിൽ ആകെ ഒരു ചെറിയ ക്രാക്ക് സംഭവിച്ചിട്ടുള്ള അത് മാത്രമായിരുന്നു. അത് അവൾക്ക് മാനസികമായിട്ട് അന്ന് വലിയ വിഷമുണ്ടാക്കി അവരുടെ ഫാമിലിയുടെ ഇടയിൽ. പക്ഷെ ഞാൻ പഠിച്ചത് പാട്ടല്ലേ, അത് എൻ്റെ കല, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ, അതിൽ ഞാൻ എന്തൊക്കെ എഴുതുന്നു എന്ന് കരുതി അതേപോലെ ആവണമെന്നൊക്കെ. അത് ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർ ബുദ്ധിയില്ലാത്ത സമയത്ത് എഴുതി പോയതാണ്. പക്ഷെ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആളുകൾ ആ വരിയെക്കുറിച്ച് എന്നോട് പറയും, ഓ അതൊക്കെ ഉണ്ടല്ലോ എൻ്റെ മനസ്സിൽ. കാരണം പലരുടെ അനുഭവമാണ് ഞാൻ എഴുതിയ പാട്ടുകളൊക്കെ, എൻ്റേത് മാത്രമല്ലല്ലോ, പല ആളുകൾക്കും അതൊരു അനുഭവമായിരുന്നു. അത് മാത്രമല്ല ആ സമയത്ത് നമ്മളെ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു കല എന്ന് പറയുമ്പോൾ ഇതേപോലുള്ള പാട്ടുകളായിരുന്നു. ഫാമിലി ഇന്നെല്ലാം മിക്ക ഫാമിലിയും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നുണ്ട്. അന്ന് ആ കാലഘട്ടത്തിൽ നമുക്ക് ആസ്വദിക്കാൻ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന ഈ ആൽബം സോങ്സുകളായിരുന്നു കൂടുതൽ. അത് മാത്രമല്ല ഒരു സ്ത്രീകൾക്കൊരു കിച്ചണിൽ ജോലി എടുക്കുന്ന സമയത്ത് ഒരു ടൈം പാസ്സായിരുന്നു. എന്താ ലോക്കൽ ചാനലിൽ ഈ ആൽബംസ് പ്ലേ ചെയ്തിട്ട് കാണുന്ന പരിപാടിയായിരുന്നു. എന്നിട്ട് അപ്പോൾ അവർ പറയും അതുകൊണ്ടാണ് അന്ന് ആ സമയത്ത് ഈ പല ആളുകളുടെ മനസ്സിലുള്ള നഷ്ടപ്പെട്ട പ്രണയത്തൊക്കെ കുറിച്ചിട്ട് അവർക്കൊരു തൃപ്തിപ്പെടാനുള്ളൊരു നല്ലൊരു പ്ലാറ്റ്ഫോമായിരുന്നു സത്യത്തിൽ. അപ്പോൾ പല ആളുകളും പറയും ഞാൻ ആ പാട്ട് ഭയങ്കരമായിട്ട് 100 പ്രാവശ്യം കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. ചില ആളുകൾ പറയും നിങ്ങളെ പാട്ടുകളാണ്. ഇപ്പം ഇന്നൊരു ഷോപ്പിൽ ഞാൻ പോയപ്പോൾ ഉണ്ടായ കഥ, അവിടെ വൈഫിനെ വേഗം ആൾ വിളിച്ച് ഫോൺ ചെയ്തിട്ട് വീഡിയോ കോളിൽ എന്നെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അപ്പോൾ വൈഫ് പറയും നിങ്ങൾ കാരണം ഞങ്ങൾ ഒന്നായതെന്നൊക്കെ. അയ്യോ, അത് ഞാൻ ചോദിക്കാൻ വരെയായിരുന്നു. കാരണം ഇപ്പൊ അഫ്സലിക്ക, ഇക്ക, അങ്ങനെയുള്ള ആളുകൾ, ഇപ്പൊ ഷാഫിക്ക, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ
പണ്ടത്തെ പ്രേമിക്കുന്ന, അതായത് ഈ കപ്പിൾസിന് അവർക്കുണ്ടാവുന്ന ഈ പറഞ്ഞതുപോലെ ഇവർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് പാടി കൊടുക്കാനുണ്ടായിരുന്ന ആളുകളാണല്ലോ നിങ്ങൾ. നിങ്ങൾ ഇട്ടുള്ള പാട്ടുകളും നിങ്ങളുടെ പാട്ടുകളാണല്ലോ അവർ പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഉണ്ടായ പ്രണയങ്ങൾ ഈ പറഞ്ഞതുപോലെ എക്സാമ്പിൾസ് അതെ, ഉണ്ടാവും. അന്നേ അഥവാ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ അന്നത്തെ പ്രണയത്തിനുള്ള ഒരു, ഇപ്പോൾ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് കരുതുക. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകും, ആ കുട്ടി അവളെ വീട്ടിൽ നിൽക്കും. അപ്പോൾ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ നോക്കി അവർ ചിരിച്ചാൽ നമ്മൾ ഹാപ്പിയാണ് അല്ലേ. അപ്പം സംസാരിക്കാനുള്ള ഗ്യാപ്പ് നമുക്കുണ്ടായില്ല. അപ്പോൾ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഈ കുട്ടി വരുന്നു, അവിടെ നിന്നിട്ട് അവിടെ പറയുന്നു എന്ത് മറ്റേ ഫസീൽ എന്തിയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടുത്തെ സുഹൃത്തിൻ്റെ അമ്മ പറയുന്നത് ഇവിടെ ഇല്ല, അവർ പോയി, അവൾ പുറത്ത് പോയിരിക്കുക, അല്ലെങ്കിൽ മാമൻ്റെ വീട്ടിലേക്ക് പോയിക്കാന്ന് പറഞ്ഞാൽ അവൾ പറയും ഒന്നുമല്ലേ, ഞാൻ നാളെ ഉമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒരു കാര്യം പറയണ്ടായിരുന്നു, അവിടെ ആ കുട്ടിയുടെ ആവശ്യം നമ്മള് അതൊരു 3 സെക്കൻഡ് സാധനം ശരിക്ക്, ഞാൻ നാളെ പോവുകയാണ് അതൊന്ന് പറയാനായിരുന്നു എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരനുഭൂതിയൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ മനസ്സിൽ കുറേ വട്ടം ആലോചിച്ചിട്ട് ഇങ്ങനെ തൃപ്തിപ്പെടുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിയോട് ഇന്ന് ആരോടും പ്രണയം തുറന്നു വരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷെ അന്ന് അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരാണിനൊരു പെണ്ണിനോട് പ്രണയമുണ്ടെങ്കിൽ പാട്ട് പറയും. ഇപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലൊരു കുട്ടിയോട് എനിക്ക് പ്രണയമുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടി എന്തിനാ, ഒക്കെ പാട്ടിലൂടെ പ്രണയം പറഞ്ഞ കുറെ ആളുകൾ ചോദിക്കുകയാണെങ്കിൽ പറയല്ലോ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പാട്ട് പാടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എഴുതുന്ന സമയത്ത് ഞാൻ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കരുത്, അങ്ങനെ പറയാൻ പറ്റിയ കാര്യങ്ങൾ പാട്ടായിട്ട് എഴുതുക എന്നുള്ളത്. അതാണ് എത്ര നാളിലൊക്കെ ലിറിക്സ് അങ്ങനെ വന്നത്. ഇപ്പോൾ സുലൈഖ മനസ്സിലെ ആ പാട്ട് വന്നപ്പോഴാണ് എനിക്കും തോന്നുന്നത് ഭയങ്കര രസമുള്ള പാട്ടാട്ടോ. അത് ഞാൻ ശരിക്കും ആലോചിച്ചത് ഭയങ്കര സിമ്പിൾ സോങ്, പക്ഷെ ഭയങ്കര നല്ല രസമുള്ള വൈബാ. നല്ല അതിന്റെ മ്യൂസിക്കും ലൈനുകളും ഒക്കെ, അതിന് ലുക്കിന്റെ ഡാൻസും കൂടെ ഒക്കെ ഭയങ്കര രസമല്ലേ. പിന്നെ ആ പാട്ടിന് എനിക്ക് കിട്ടിയ ഒരു ലക്കി എന്താന്ന് വെച്ചാൽ, ആ പാട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഹിറ്റാവുന്ന പാട്ടാണ്. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ബംഗാളി പാടും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ റോഡ് സൈഡിൽ ഇരുന്ന് ആ പാട്ട് വെച്ച് ഡാൻസ് ആടും, അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വന്നിട്ട് അത് ആർക്ക് വേണേലും പാടാലോ, അത്ര സിമ്പിൾ സോങ് ആണ്. അല്ല, എൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സംഗീതം ഒന്നും അറിയില്ലല്ലോ, നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല, അറിയാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ എല്ലാ ആളുകൾക്കും പാടാൻ കഴിയുന്ന പാട്ടുകളാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഒരു പാട്ടുകാരനായ സംഗതികളൊന്നുമില്ല, ഏതൊരു മനുഷ്യനും പാടാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ പാട്ട് പാടാം. ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടി എന്തിനാ, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിനാ, മഹറ ഞാൻ വന്നിടാം നീ എൻ്റെതാകുമോ, സ്നേഹക്കടലായി നീ എൻ്റെ മാത്രമാകുമോ, നാണം നീ മാറ്റിയിടുമോ, എൻ്റെ പെണ്ണായി നീ വന്നിടുമോ, എൻ്റെ സ്നേഹത്തിൻ പൂങ്കാവിലാ മധുവൂറും പൂവാകുമോ. അപ്പോൾ അതൊരു കുട്ടിയോട് പറയാൻ പറ്റിയ സാധനമല്ലോ, നീ വന്നാൽ ഞാൻ ഇങ്ങനൊക്കെ നോക്കാം. ഒരു പ്രണയലേഖനാണ് സത്യത്തിൽ എത്ര നാളൊക്കെ മിക്കവാറും പാട്ടുകളിലെ എല്ലാ പാട്ടുകളും ഇങ്ങനെയാണ്. അതെ. പിന്നെ കുറച്ച് വിരഹം കൂടുതലൊക്കെ ഇങ്ങനെ ചില പാട്ടുകൾ നമ്മൾ കയറ്റും. Now I get it. എന്തുകൊണ്ടാണ് പാരന്റ്സ് വിളിച്ച് ആദ്യം കെട്ടിച്ചത്? അതാണ്. ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നാട്ടിലൊരു മറ്റേ കാസനോവയായി മാറി. അല്ല, അത് ഞാൻ പറയാറുണ്ടായിരുന്നു, ദൈവം എന്നെ ഒന്ന് സംരക്ഷിച്ചതാണ് സത്യത്തിന്. കാരണം എന്നെ ഒന്ന് ഒരു ലേശം ഫെയിമുള്ള ഒരാളാക്കി തീർക്കുക. കാരണം നാളെ അന്നമോൾ എന്ന് പറയുന്ന ഒരാൾ വരാനുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടി ഇവനെ സേഫാക്കണം തോന്നി, അതുകൊണ്ടാവാം ഒരു ലോക്ക് ഇട്ടതായിരിക്കാം. അപ്പോൾ അന്നമോളെ ഞാൻ എല്ലായിടത്തും പറയല്ല, ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണം ദൈവത്തിന് തോന്നിയത് കൊണ്ടാവാം എന്നെ അങ്ങനെ സേഫാക്കി കൊടുന്നു. അപ്പോൾ എന്നെ ഒരു കലാകാരനാകുമ്പോൾ കുറച്ചും കൂടി ആളുകൾ അറിയും, അതുവഴി ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രചോദനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു തുറന്ന പുസ്തകമാണ്, എന്നിലെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടെന്ന് വെച്ചാൽ നെഗറ്റീവ് ഉണ്ട്, അതിൽ എൻ്റെ ശരികൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി, ഒരു ആരുമില്ലല്ലോ. അപ്പോൾ ഞാനെപ്പോഴും അവിടെ ഒരു നല്ല പിതാവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ദൈവം
അങ്ങനെ തന്നെ ലോക്കിട്ട് എന്ന് പറയാം. ലോക്കിട്ട് നിർത്തിയത്.